Hello guys, namaskaram. This is Nandan and welcome back to Bald and Beard Reacts. It's been 1 year guys. 1 year ആയി നമ്മുടെ യൂട്യൂബ് ജേർണി തുടങ്ങിയിട്ട്. സോ പുറകോട്ടോട് നോക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ബിക്കോസ് എന്താണ് യൂട്യൂബ് അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സ്, ചെറിയ ചെറിയ മൈൽ സ്റ്റോൺ അത് താണ്ടാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു ചെറിയ കാലയളവിൽ തന്നെ. സോ തിരിഞ്ഞ് എൻ്റെ യൂട്യൂബ് അനലിറ്റിക്സിൽ നോക്കുന്ന സമയത്ത് ഐ എം സോ ഹാപ്പി, സോ സാറ്റിസ്ഫൈഡ് ആണ്. സോ തുടർന്നും മുമ്പോട്ട് ഒരുപാട് ദൂരം പോകാനുണ്ട്. ഇതൊക്കെ കുറച്ച് ബേബി സ്റ്റെപ്സ് മാത്രമാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. സോ കീപ് സപ്പോർട്ടിങ് ഗൈസ്, കീപ് വാച്ചിങ് എന്ന് മാത്രമേ പറയാനുള്ളൂ. സോ ഗൈസ്, ദിസ് ടൈം ഫോർ റെട്രോന്റെ ടൈറ്റിൽ ടീസർ 2 days മുമ്പ് റിലീസ് ആയിട്ടുണ്ട്. നമ്മൾ ഇടക്ക് വിട്ടുപോയതാണ്. സോ കാർത്തിക് സുബ്രാജ് പടം, സൂര്യ നടിപ്പിൻ നായകൻ സൂര്യ, കങ്കുവേന്റെ പതനം നമുക്കറിയാം. ബട്ട് ബിലീവ് ദ ഷോ ഈസ് നോട്ട് അറ്റ് ഓവർ. ഒബ്വിയസ്ലി ദ റീസൺ ഈസ് കാർത്തിക് സുബ്രാജ് ആൻഡ് സൂര്യ 44 ആയിരുന്നു അതിന്റെ പേര്, ഇപ്പൊ റെട്രോ ആക്കിയിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് ഒരു ഗ്ലിംസ് നമ്മൾ റിയാക്ട് ചെയ്തതാണ്. സോ ലെറ്റ്സ് സീ റെട്രോ ആൻഡ് ബോയ്സ് ആൻഡ് ഗേൾസ് ആൻഡ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ബാക്ക് ടു ബാൾഡ് ആൻഡ് ബിയർഡ് റിയാക്ട്സ്. Let's see here. Surya Pooja Hegde. Pakka Karthik Subbaraj frames without any BGM. Nice. Look at the background music. I mean sound. கோபம் கம்மி பண்ணுது. என் அப்பாவோட வேலை பார்க்கறது என்னையோட விடுது. அடித்தடி கட்ட பஞ்சாயத்து ரத்த கிளறி ரவுடித்தனும் எல்லாத்தையும் நொடியோட விட்டுடுது. ഗൈസ്, കാർത്തിക് സുബ്രാജിന്റെ സിഗ്നേച്ചർ പതിപ്പിച്ച കുറച്ച് ഫ്രെയിംസ് ആണ് ആൻഡ് ഡയലോഗ്സ് വേറെ ലെവൽ മാതിരി. ലെറ്റ്സ് സീ ഗൈസ് അഗൈൻ. சிரிக்க சந்தோஷமா இருக்க முயற்சி பண்ணுது. ஓ கேரவல்ல. என் பொறுப்புக்கான பர்பஸ் உன் பாஷையில சொல்லணும்னா என் தம்மோ. இனி காதல், பரிசுத்த காதல். നൈസ് സൗണ്ട് യാർ. ആ വോയിസ് ഭയങ്കര മോഡുലേഷൻ എന്താ അത്? அது மட்டும்தான் கட் அண்ட் ரைட்டா சொல்லி கொடுத்தேன். இப்ப நீ சொல்லு, கல்யாணம் பண்ணிக்கலாமாடி? എവിടെയൊക്കെ ഒരു വാരണായിരൊക്കെ ടച്ചൊക്കെ വരുന്നുണ്ട്. സംതിങ് റൊമാൻറ്റിക് ആൻഡ് ആക്ഷൻ സംഭവം. ലെറ്റ്സ് സീ അഗൈൻ. Wow. Nice, man. വേറെ തന്നെ ഒരു ടീച്ചറുടെ നോ വെടി പോകണം കാണിക്കുന്നില്ല. റൊമാൻസ്, റൊമാൻറ്റിക്. Wow. Retro. Oh man, Karthik Subbaraj padam dutta വേറെ ലെവൽ മാൻ. സമ്മർ 2025 guys, സമ്മർ 2025. സമ്മർ എന്ന് പറയുമ്പോൾ മേ ബി ഒരു 5 more months or 4 more months. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് കാർത്തിക് സുബ്രാജിന്റെ ഫ്രെയിംസ്, കാർത്തിക് സുബ്രാജ് പടം, അത് നമ്മൾ തിങ്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലേക്ക് വരുന്ന കുറച്ച് BGMs, സം ഫ്രെയിംസ്, സം ഡയലോഗ്സ്, സെയിം തിങ്. നോ ഇടി വെടി പുക ഒന്നും കൊടുത്തില്ല. സംതിങ് എന്താ പറയുക, ഒരു റൊമാൻറ്റിക് എന്താണ് ഒരു ത്രില്ലർ സംഭവമൊക്കെയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ബട്ട് റൊമാൻറ്റിക് ആ ഒരു ഫേസ് ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് ടൈറ്റിൽ ടീസറിൽ. ബട്ട് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ലൈക്ക് ഒരു ബട്ട് പടം എങ്ങനെയാണെന്നുള്ളത് റൊമാൻസ് പ്ലസ് ത്രില്ലർ പ്ലസ് ആക്ഷൻ സംഭവങ്ങളാണ്. പക്ഷെ എനിക്കെന്തോ കാർത്തിക് സുബ്രാജിന്റെ പടം എന്ന് പറയുമ്പോൾ അതിലൊരു ഇമോഷൻസ് ഉണ്ടാവും. അതിപ്പോൾ റൊമാൻസ് ആയാലും അല്ലെങ്കിൽ ആക്ഷൻ ആയാലും അതിന്റെ കഥ, സ്ക്രിപ്റ്റ്, ആ പോകുന്നു ആ ഒരു ഫ്ലോ ആണെങ്കിലും ഒബ്വിയസ്ലി അതിന്റെ പൊളിറ്റിക്സ് ആണെങ്കിലും കാർത്തിക് സുബ്രാജ് ഇസ് വൺ ഓഫ് എ കൈൻഡ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടർ ദ കോളിവുഡ് ഹാവ് ആൻഡ് ഇന്ത്യൻ സിനിമ ഹാവ്. എന്താ പറയാ, സോ വെരി എക്സൈറ്റഡ് ടു സീ.
ആൻഡ് 100% യാർ വെയിറ്റിംഗ് ഫോർ സൂര്യ അണ്ണന്റെ കംബാക്ക് തന്നെയാണ് ഈ സിനിമയിലൂടെ നമ്മൾ എഗെയിൻ ആൻഡ് എഗെയിൻ പ്രതീക്ഷിക്കുന്നത്. കങ്കുവ ആ ഒരു വലിയ പ്രതീക്ഷയിൽ നിന്ന് കൂപ്പുകുത്തിയത് എങ്ങനെയാണെന്ന് അറിയാം. സോ നമ്മൾ ട്രെയിലർ കണ്ടിട്ടോ ടീസർ കണ്ടിട്ടോ നോട്ട് കമന്റിങ് ഓൺ ദാറ്റ്. നമ്മൾ ഇനിയും കൂടുതൽ കുറേ കാര്യങ്ങൾ വരട്ടെ. ഈവൻ ട്രെയിലർ വന്നാൽ കൂടെ നമുക്ക് കൂടുതൽ ട്രെയിലർ കണ്ട ആ ഒരു ട്രെയിലർ കണ്ടിട്ടുള്ള അഭിപ്രായം പറയാം, അത്രയേ ഉള്ളൂ. പിന്നെ അത് ഹിറ്റ് ആവോ അതൊന്നും നമ്മളിപ്പോൾ പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് നമ്മൾ എത്ര അത് പറഞ്ഞു കഴിഞ്ഞാലും ലൈക്ക് തിയേറ്ററിൽ വരുന്ന സമയത്ത് അത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല, അതിന്റെ ഒരു എൻഡ് റിസൾട്ട് എന്താണെന്ന്. സോ നൈസായിട്ട് വരട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ആൻഡ് കാർത്തിക് സുബ്രാജ് ആൻഡ് സൂര്യ ഈ ഒരു കോംബോ എന്ന് പറഞ്ഞാൽ ഒരു വെറിത്തനമായ ഒരു കോംബോ ആണ്. കാർത്തിക് സുബ്രാജ് എന്നൊരു ഡയറക്ടറിൽ എനിക്ക് വിശ്വാസമുണ്ട്. സോ കാർത്തിക് സുബ്രാജ് സൂര്യ ആയിട്ട് വരുന്ന സമയത്ത് സൂര്യന്റെ ഒരു ആക്ടറിനെ പുറത്തെടുക്കും, അല്ലെങ്കിൽ ആ ഒരു ഫിലിം വേറെ ലെവലിലേക്ക് എത്തുന്നൊരു ചെറിയൊരു വിശ്വാസം, ഒരു എക്സ്പെക്ടേഷൻ എന്നിൽ ഉണ്ട്. അത് മാത്രമാണ്. ആൻഡ് വേറൊരു കാര്യം പറയാനുള്ളത്, പൂജ ഹെഗ്ഡന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ പൂജ ഹെഗ്ഡന്റെ നമ്മൾ കുറെ ഫ്ലോപ്പ് ഫിലിമാണ് മനസ്സിലേക്ക് വരുന്നത്. എന്തിനാണ് ഈ പൂജ ഹെഗ്ഡൻ എന്തിനാണ് കാസ്റ്റ് ചെയ്യുന്നത് എനിക്കത് മനസ്സിലായില്ല. ആൻഡ് ദാറ്റ് ലുക്ക് ആൾസോ ഒരു നാച്ചുറൽ ലുക്കൊക്കെ വേണമെങ്കിൽ വേറെ എത്രയോ നടിമാരുണ്ട്. നാടൻ ലുക്കാണ് വേണ്ടെങ്കിൽ ഒരുപാട് നടിമാരുണ്ട്, അവരൊക്കെ കാസ്റ്റ് ചെയ്യാൻ പോരെ എന്നുള്ളൊരു എളിമയെ ചോദ്യം മാത്രമേ ഉള്ളൂ ബാക്കി. ബട്ട് എനിവേ സിനിമ വന്നാൽ കാര്യം സ്ക്രീൻ പ്രസൻസ് ഉണ്ടോ ഇങ്ങനെയാണെന്നൊക്കെ. ആൻഡ് ഒബിയസ് നമ്മൾ ജയറാമേട്ടനെ കണ്ടു, അത് വേറെ തന്നെ ലുക്കായിരുന്നു. ചെറിയ മിന്നി മാഞ്ഞതേ ഇല്ലു. ദാറ്റ് ലുക്ക് ഈസ് ഡിഫറെന്റ്. ഞാൻ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, വേറെ തന്നെ ലുക്കായിരുന്നു. ആൻഡ് ദ BGM ആൾസോ വേറെ ക്ലാസിക് റെട്രോ സംഭവം പഴയ കാലത്തിലേക്കല്ല നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. എന്തൊക്കെ ഉണ്ട് ബട്ട് waiting very much waiting for retro and Surya and Karthik Subraj guys. So thank you so much guys for watching again, and keep watching, and remember the name guys, Bald and Beard Reacts.